പഠിപ്പിച്ചു പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദീസിൽ നിന്ന് ഒന്നോ രണ്ടോ ഹദീസ് എന്നും സുബഹിക്ക് നമ്മൾ വായിക്കണം. നമ്മളെന്നും പത്രം വായിക്കുന്നില്ലേ? 3.5 ഉറുപ്പിക ഓരോ ദിവസവും നമ്മൾ പത്രത്തിന് കൊടുക്കുന്നില്ലേ? ഒരു മാസത്തെ എത്രയായി? 100-ലേറെ രൂപയായില്ലേ? 50 രൂപയോ 25 രൂപയോ കൊടുത്താൽ ഓരോ മാസവും വായിച്ചു പഠിക്കാൻ കഴിയുന്ന ഹദീസിന്റെ പുസ്തകങ്ങൾ ഈ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് യഥേഷ്ടം ലഭ്യമാണ്. എല്ലാവരും വാങ്ങണം ഇന്നു മുതൽ വീട്ടിൽ. എന്റെ ഉമ്മമാരോട് പറയുകയാണ്, ഞാൻ ഉമ്മമാരുണ്ടല്ലോ, എന്നും നിങ്ങൾ ഓരോ ഹദീസ് വായിച്ചു പഠിക്കുക. ആ ഒരു ഹദീസ് നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ പകർത്തുക. ആ ഹദീസിൽ എന്താണോ അന്ന് പറഞ്ഞതും നമ്മൾ വായിച്ചത് അത് ജീവിതത്തിൽ പകർത്തുക. അല്ലാതെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം നമ്മൾ വയത് കേട്ടിട്ടും ഒരു കാര്യവുമില്ല. നമ്മളിത് ജീവിതത്തിൽ പകർത്താൻ തീരുമാനിക്കാതെ എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലം കൊണ്ട് വളരെ വലിയ മാറ്റം ഈ നാട്ടിലുണ്ടാകും. ഓരോ നാടും അങ്ങനെ തീരുമാനിച്ചാൽ നമ്മുടെ നാടുകളാകെ പരിവർത്തിക്കപ്പെടും. നിങ്ങൾക്ക് കേൾക്കണോ? ഞാനൊരു സംഭവം പറഞ്ഞോട്ടെ. ഒരു സംഭവം ഉണ്ടായി. ഒരു ഫാക്ടറി, 100-ലേറെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി. ആ ഫാക്ടറിയുടെ ഉടമ ആദ്യം അത്ര ദീനി സ്പിരിറ്റുള്ള ആളായിരുന്നില്ല. അയാൾ വഴിയെ ക്ലാസുകൾ കേട്ട് ദീനിന്റെ ആഗ്രഹം അയാളുടെ മനസ്സിൽ ജനിച്ചു. അങ്ങനെ ദീനുമായി അയാൾ ബന്ധപ്പെട്ടു. എന്നും അയാൾ ഖുർആൻ വായിക്കും രാവിലെ, അതേപോലെ ഹദീസും വായിക്കും. എന്താണോ വായിച്ചത് അന്ന് മുതൽ ജീവിതത്തിൽ പകർത്താൻ അയാൾ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇയാള് താൻ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വായിച്ചു, തൊഴിലാളികൾക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് വേതനം നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു എന്നത് ഇയാൾ വായിച്ചു. സാധാരണ ഇയാളുടെ ഫാക്ടറിയിൽ ഇയാൾ ചെയ്യാറുള്ളത് മാസത്തിൽ ശമ്പളമായിട്ടാണ് വേതനം കൊടുക്കാറുള്ളത്, തൊഴിലാളികളുടെ കൂലി നൽകാറുള്ളത്. ഇതങ്ങ് വായിച്ചപ്പോൾ അന്ന് തന്നെ ഇയാൾ ഫാക്ടറിയുടെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, ഓണർ പറഞ്ഞു, ഇന്നു മുതൽ തൊഴിലാളികൾക്ക് മുഴുവൻ അവർ വൈകുന്നേരം തൊഴിൽ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അവർക്ക് വേതനം നൽകണം. മാനേജർ ഓണറുടെ അഭിപ്രായ പ്രകാരം, നിർദ്ദേശപ്രകാരം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ സമരത്തിനിറങ്ങി. തൊഴിലാളികൾ മനസ്സിലാക്കിയത് ഞങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഇത് എന്ന്. എല്ലാവരും സമരത്തിനിറങ്ങി. മുതലാളിക്കെതിരെയും മാനേജർക്കെതിരെയും മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. മാനേജർ ഈ പ്രശ്നം ഓണറെ വിളിച്ചറിയിച്ചു. ഓണർ പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം സ്ഥലത്തെത്തും, ഞാൻ തൊഴിലാളികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്, അവരോട് ഇത്ര സമയത്ത് ഹാജരാകാൻ പറയണം. തൊഴിലാളികൾ എല്ലാവരും വന്നു. തൊഴിലാളി നേതാക്കന്മാരുണ്ട്. ഓണർ തൊഴിലാളികളുടെ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ നിങ്ങൾ സമരത്തിനിറങ്ങിയത്? തൊഴിലാളികൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുവരെ മാസത്തിൽ ശമ്പളമായിട്ടായിരുന്നു ഞങ്ങളുടെ വേതനം ലഭിക്കാറുള്ളത്. പക്ഷേ അടുത്ത ഒരാഴ്ച മുമ്പ് മുതൽ ഞങ്ങൾക്ക് ദിവസക്കൂലി നൽകുകയാണ് മാനേജർ. മാനേജറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞത് നിങ്ങളുടെ ഓർഡറാണ് എന്നാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് ഞങ്ങളെ പിരിച്ചുവിടാനുള്ള തീരുമാനമാണ്. അപ്പൊ ഈ ഓണർ, ഈ തൊഴിലാളി പറഞ്ഞു, ഒരിക്കലുമല്ല, ഇത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തതല്ല. ഞാൻ നിങ്ങൾ എന്റെ പ്രവാചകൻ, എന്റെ മതത്തിന്റെ പ്രവാചകനുണ്ട്. ആ മതത്തിന്റെ പ്രവാചകന്റെ ആഹ്വാനം ഈ അടുത്ത കാലത്ത് വരെ എനിക്കറിയില്ലായിരുന്നു, ഞാനത് വായിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഒരാഴ്ച മുമ്പാണ് ആഹ്വാനം വായിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ പ്രവാചകൻ മുഹമ്മദിന്റെ ആഹ്വാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആഹ്വാനം എന്നല്ലേ? തൊഴിലാളികൾക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് വേതനം നൽകണമെന്നാണ് എന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ഞാൻ ഇതുവരെ അത് അനുവർത്തിച്ച് പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനത് വായിച്ച നിമിഷം മുതൽ എന്റെ മാനേജറോട് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് വേതനം നൽകാൻ പറഞ്ഞതാണ്, നിങ്ങളെ സ്ഥിരപ്പെടുത്താനല്ല എന്ന് പറഞ്ഞപ്പോ ആ തൊഴിലാളികളുടെ കൂട്ടത്തിൽ 100-ലേറെ തൊഴിലാളികൾ ഉണ്ടായിരുന്ന സംഘത്തിൽ വെച്ച് അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു, 17 പേർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത്ര സുന്ദരമായി തൊഴിലാളികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിച്ച വേറൊരു നായകനില്ലത് കൊണ്ട് മുഹമ്മദിന്റെ അനുയായികളാണ് ഞങ്ങളെന്ന് ആ 17 പേരും വിളിച്ചു പറഞ്ഞത് ഒരു വലിയ വേദി സംഘടിപ്പിച്ചത് കൊണ്ടല്ല, ഒരു വലിയ ക്യാമ്പ് സംഘടിപ്പിച്ച് പ്രസംഗിച്ചത് കൊണ്ടല്ല, സ്വന്തം ജീവിതത്തിലൂടെ അനുവർത്തിച്ച് കാണിച്ചത് കൊടുത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൂടെ അനുവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ഞാൻ പറഞ്ഞ ഈ രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനം ഈ സ്നേഹം മുഖേന, ഈ ബന്ധം മുഖേന സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.